നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നിലവിലെ കണക്കുകൾ വെച്ച് ലോകത്തിൻ്റെ 70% ഇൻ്റർനെറ്റ് നിരന്തരം ഉപയോഗിക്കുന്നവരാണ്. ഈ ഇൻ്റർനെറ്റ് ഉപയോഗത്തിൻ്റെ ഒരു അടുത്ത ലെവലാണ് മെറ്റാവേഴ്സ് എന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ ഫോണിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസും ഫോൺ കോളൊക്കെ വഴിയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബട്ട് മെറ്റാവേഴ്സ് വെച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരെ നേരിട്ട് കണ്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ് തരുന്നത്. ഇതൊക്കെയാണ് മെറ്റാവേഴ്സ് നമുക്ക് തരുന്ന സാധ്യത. മെറ്റാവേഴ്സ് എന്ന വാക്കുണ്ടായത് നീൽ സ്റ്റീഫൻസൺ എന്ന റൈറ്ററുടെ ഒരു സ്റ്റോറിയായ സ്നോ ക്രാഷ് എന്ന ബുക്ക് വഴിയാണ്. അതിൽ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ഒരു വാസ്റ്റ് ഡിജിറ്റൽ വേൾഡ് എന്നാണ്. മെറ്റാവേഴ്സ് എന്നത് ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് എൻവയോൺമെൻ്റ് ആണ്. അതുവഴി യൂസറിന് ഹൈപ്പർ റിയലിസ്റ്റിക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന ടെക്നോളജി വഴി ഒരു മികച്ച 3D എൻവയോൺമെൻറ്റ് നൽകാനാകും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം. മെറ്റാവേഴ്സിനെ ഒരു 3 ഡയമെൻഷണൽ വെർഷൻ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മെറ്റ CEO ആയ മാർക്ക് സക്കർബർഗ് പറയുന്നത് ഒരു 10 വർഷം കൊണ്ട് മെറ്റാവേഴ്സ് മെയിൻ സ്ട്രീമിൽ എത്തുമെന്നാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയും വിർച്വൽ റിയാലിറ്റി ഡിവൈസസും NFT ഒക്കെ മെറ്റാവേഴ്സിൻ്റെ പാർട്ട് തന്നെയാണ്. നിലവിൽ ഗെയിമിംഗ് മേഖലയിലാണ് മെറ്റാവേഴ്സ് എന്ന കൺസെപ്റ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഫോർട്ട്നൈറ്റ് പോലെയുള്ള ഗെയിമുകൾ. അതിൽ നമുക്ക് നമ്മുടേതായ ഒരു അവതാർ യൂസ് ചെയ്ത് മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. മെറ്റാവേഴ്സ് കൊണ്ട് ഒരു വെർച്വലായ ലോകമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് ഓഫീസ് സെറ്റപ്പ് ചെയ്യാം, പാർട്ടി നടത്താം, ഈവൻ കല്യാണം വരെ നടത്താവുന്ന ചാൻസസ് ആണ് ഇതിൽ കാണുന്നത്. മെറ്റാവേഴ്സ് യൂസ് ചെയ്യുന്നത് മിക്സഡ് റിയാലിറ്റി എന്നൊരു ടെക്നോളജിയാണ്. വിർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും മിക്സ്ഡായ ഒരു ബേസാണ് ഇതിനുള്ളത്. ഭാവിയിൽ ടച്ചും സ്മെല്ലും ഉൾപ്പെടെയുള്ള എല്ലാ സെൻസേഷൻസും ഇതിലൂടെ പോസിബിൾ ആകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെയാണ് മെറ്റാവേഴ്സ് കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന ഉപയോഗങ്ങളെന്ന് നമുക്ക് നോക്കാം. ആളുകൾ ഓഫീസിൽ വരാതെ തന്നെ മെറ്റാവേഴ്സിൽ ഒരു ഓഫീസ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാനുമുള്ള അവസരങ്ങൾ കിട്ടും. സ്കൂളുകളിൽ പോകാതെ തന്നെ റിച്ച് വഴി സ്കൂളിൽ പോകാനും മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. കൂടാതെ മെഡിക്കൽ രംഗത്തും പണമിടപാട് രംഗത്തും ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. മെറ്റാവേഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫിസിക്കൽ എൻഗേജ്മെൻറ്റ് കുറയുന്നതുകൊണ്ട് മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. പ്രൈവസിയാണ് ഇവിടെ മറ്റൊരു പ്രശ്നം. നമ്മുടെ ഒരുപാട് വിവരങ്ങൾ ഇതിൽ ശേഖരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രൈവസിക്ക് ഇവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിലും അത് പുറത്തു നിന്നുള്ള ഹാക്കേഴ്സ് ആണെങ്കിലും നമുക്ക് നമ്മുടെ പ്രൈവസിയിൽ ഒരു ഉറപ്പും ഇതിൽ പറയാൻ സാധിക്കുന്നതല്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യരാശിയുടെ അടുത്ത ഒരു കാൽവെപ്പാകും മെറ്റാവേഴ്സ് എന്ന ഈ പുതിയ ഒരു ടെക്നോളജി.